സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പുതിയൊരു റിലേഷൻ പഠിക്കുകയാണ്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടില്ലാത്തൊരു റിലേഷനാണ്. എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഒരു റൂട്ട് തന്നാൽ നമ്മൾ ആ കംപ്ലീറ്റ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ജനറേറ്റ് ചെയ്ത് എടുക്കുന്നത്? നമുക്ക് എങ്ങനെ ആ കംപ്ലീറ്റ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കണ്ടുപിടിക്കാം? അൺനോൺ കോഎഫിഷ്യൻസ് എങ്ങനെ കണ്ടുപിടിക്കാം? ഒരു റൂട്ട് തന്നാൽ അൺനോൺ ആയിട്ടുള്ള അടുത്ത റൂട്ട് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ള രീതിയിലുള്ള ഒരു ബോർഡ് എക്സാം സ്റ്റൈലിൽ വരുന്ന ഒരു 3 പ്രോബ്ലംസ് ആണ് ഇന്ന് ചെയ്യുന്നത്. അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ടെക്സ്റ്റിൽ തന്നിട്ടില്ലാത്ത ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നിങ്ങൾക്ക് പ്രോബ്ലംസ് ഒക്കെ ചെയ്യാൻ എളുപ്പമാക്കി തരുന്ന ഒരു റിലേഷൻ കൂടി നമ്മളിന്ന് പഠിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാം, എന്നിട്ട് നമുക്ക് ആ റിലേഷൻ പഠിക്കാം. ക്വസ്റ്റ്യനിലേക്ക് കിടക്കുകയാണ്. ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, ഇഫ് എക്സ് ഈക്വൽ ടു 2 ആൻഡ് എക്സ് ഈക്വൽ ടു 3 ആർ റൂട്ട്സ് ഓഫ് ദ ഇക്വേഷൻ 3x² മൈനസ് 2mx പ്ലസ് 2n ഈക്വൽ ടു 0, ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് എം ആൻഡ് എൻ. എമ്മും എന്നും കണ്ടുപിടിക്കണം. ക്വസ്റ്റ്യൻ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഞാൻ ഒന്ന് എടുത്ത് എഴുതുകയാണ്. 3x² മൈനസ് 2mx പ്ലസ് 2n equal to 0 is the given quadratic equation, and it is given x is equal to 2 and x equal to 3 are roots of this equation. So we have to find m and n. So given and what we have to find, നമ്മൾ എന്ത് കണ്ടുപിടിക്കണം, നമുക്ക് എന്ത് തന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇപ്പോൾ ഒരു പ്രോബ്ലത്തിലെ ആദ്യത്തെ ഒരു ഘട്ടം എന്ന് പറയുന്നത് തന്നെ അതാണ്. അത് കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്കിനി സൊല്യൂഷനിലേക്ക് കിടക്കാം. എങ്ങനെയാണ് കണ്ടുപിടിക്കുക? നമുക്കിത് തന്നിട്ടുണ്ട് 2 റൂട്ട്സ് ആണെന്ന്. അപ്പോൾ ഇതിലോട്ട് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണം എന്നല്ലേ അതിൻ്റെ അർത്ഥം. അപ്പോൾ അതിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 3 ഇൻറ്റു x², ആദ്യം x ഈക്വൽ ടു 2 ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. 3 ഇൻറ്റു 2² മൈനസ് 2 ഇൻറ്റു 2 ഇൻറ്റു x 2 ഇൻറ്റു m into 2 into m into 2 plus 2n equal to 0. 3 into 4 12 minus 4m plus 2n equal to 0. 12 minus 4m, or rearranging we can write minus 4m plus 2n equal to minus 12, or simplifying or dividing throughout by 2 we can write 2m minus n equal to 6. Let it be equation 1. Okay, next is we are substituting x equal to 3. So what we will get? 3 into 3² minus 2 into m into 3 plus 2n equal to 0. That is, we get 27 minus 6m plus 2n equal to 0 minus 6m plus 2n equal to minus 27, dividing throughout by 2. Sorry, common ആയിട്ടൊന്നും ഇല്ല, നമുക്കപ്പോൾ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. 6m minus 2n equal to 27. This is equation 2. 2 ലീനിയർ ഇക്വേഷൻസ് കിട്ടിയിരിക്കുകയാണ് നമുക്ക്. അത് രണ്ടും സോൾവ് ചെയ്ത് കഴിയുമ്പോൾ, സോൾവിങ് ദ ലീനിയർ ഇക്വേഷൻസ്, എങ്ങനെയാണ് ലീനിയർ ഇക്വേഷൻസ് സോൾവ് ചെയ്യുക? ഇതിനെ ഇക്വേഷൻ കൂടി ഇങ്ങോട്ട് എടുത്ത് എഴുതുകയാണ്. 2m മൈനസ് n ഈക്വൽ ടു 6. നമുക്കപ്പോൾ ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഇക്വേഷൻ എന്തായിട്ട് മാറും? ദിസ് ഈസ് ഇക്വേഷൻ 1. 4m മൈനസ് 2n ഈക്വൽ ടു 12 എന്നായിട്ട് മാറും. ലെറ്റ് ഇറ്റ് ബി ഇക്വേഷൻ 3. അപ്പോൾ നമുക്ക് 2 ഇക്വേഷൻസ് കിട്ടിയിരിക്കുകയാണ്. ആ 2 എണ്ണത്തിൽ എന്നിൻ്റെ കോഎഫിഷ്യൻറ്റ് സെയിം ആണ്. ഇങ്ങനെയല്ലേ ലീനിയർ ഇക്വേഷൻ സോൾവ് ചെയ്യുക? ഏതെങ്കിലും ഒരെണ്ണത്തിൻ്റെ കോഎഫിഷ്യൻറ്റ് ഈക്വൽ ആക്കാൻ വേണ്ടിയിട്ട്
ഇതിലെ കോയിഫിഷ്യൻ്റ് കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും. ഇവിടെ എന്നിൻ്റെ കോയിഫിഷ്യൻ്റ് ഈക്വൽ ആക്കണം. അതുകൊണ്ട് സെക്കൻഡ് ഇക്വേഷനിലെ എന്നിൻ്റെ കോയിഫിഷ്യൻ്റ് കൊണ്ട് ഫസ്റ്റ് ഇക്വേഷൻ കംപ്ലീറ്റ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് 6m - 2n 4m - 2n രണ്ടും കൂടെ സബ്ട്രാക്ട് ചെയ്ത് കഴിയുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? രണ്ടും കൂടെ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ഇക്വേഷൻ ഞാൻ ഒന്നുകൂടെ എടുത്ത് എഴുതുകയാണ്. 6m - 2n = 27, 4m - 2n = 12. Equation 2, equation 3, equation 2 minus 3 we will get 6 minus 4 2m minus 2n get cancelled. 27 minus 12, 27 minus 10 17 minus 2 15. That is m equal to 15 by 2 equal to 7.5. Okay, and we get, substituting 7.5 in any of the equation, we get n equal to 9. So we get m equal to 7.5 and n equal to 9 as the solution. Okay, that's the values of m and n. കഴിഞ്ഞു. ഇനി ഇതേ ക്വസ്റ്റ്യൻ കുറച്ചുകൂടി എളുപ്പത്തിൽ ചെയ്താലോ? അതിനുള്ളൊരു റിലേഷൻ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതിനുള്ള റിലേഷൻ എന്ന് പറയുന്നത്, ശ്രദ്ധിക്കുക, ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഉണ്ട്. ax² + bx + c = 0 and its roots are alpha and beta. അതിൻ്റെ റൂട്ട്സ് എന്തൊക്കെയാണെന്ന് വിചാരിക്കുക, ആൽഫയും ബീറ്റയും ആണെന്നുണ്ടെങ്കിൽ there is a relation between the coefficient in the quadratic equation and alpha and beta. If alpha and beta are the roots of the equation, it is said that alpha plus beta will be equal to minus b by a and alpha into beta will be equal to c by a. Very important, very useful relation. Alpha plus beta will be equal to minus b by a and alpha beta equal to c by a. Very, very, very important relation. Please note it down. ax² + bx + c is the quadratic equation and alpha and beta are the roots. These are the roots of the quadratic equation. Then alpha plus beta will be equal to minus b by a, alpha beta equal to c by a. Okay, അപ്പോൾ നമ്മൾ നേരത്തെ പ്രോബ്ലം എന്ന് പറയുന്നത് ഒന്നുകൂടെ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. കുറച്ചുകൂടി എളുപ്പത്തിൽ ഇവിടെ എങ്ങനെ ചെയ്യാം എന്നുള്ളത് നോക്കാം. ക്വസ്റ്റ്യൻ എടുത്ത് എഴുതുകയാണ്. എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? x = 2, x = 3 are the roots of the equation. Roots of the quadratic equation. (3x² - 2mx + 2n = 0. അവിടെ നമുക്ക് ഇതിൽ എക്സ് ആദ്യം കൊടുത്തു, 2 കൊടുത്തു, പിന്നെ 3 കൊടുത്തു, പിന്നെ ഒരു ലീനിയർ ഇക്വേഷൻ കിട്ടി, എന്നിട്ട് സോൾവ് ചെയ്തു. അങ്ങനെയെല്ലാം അല്ലേ ചെയ്തത്? ഇവിടെ നമുക്ക് എങ്ങനെ ചെയ്യാം എളുപ്പത്തിൽ എന്നുള്ളത് നോക്കാം. പറഞ്ഞ റിലേഷൻ ഇതായിരുന്നു. ആൽഫ പ്ലസ് ബീറ്റ വിൽ ബി ഈക്വൽ ടു മൈനസ് ബി ബൈ എ and alpha into beta will be equal to c by a. ഈ ഒരു റിലേഷൻ അപ്ലൈ ചെയ്തിട്ടാണ് നമ്മളിത് കണ്ടുപിടിക്കാൻ പോകുന്നത്. എളുപ്പമാണോ എന്ന് നമുക്ക് നോക്കാം. നമുക്ക് നേരത്തെ ആൻസർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് വാലിഡ് ആണോ എന്നൊന്ന് റീചെക്ക് ചെയ്യുകയും കൂടെ ചെയ്യാം. ആൽഫ പ്ലസ് ബീറ്റ, ഇവിടെ ആൽഫ ബീറ്റ എന്ന് പറയുന്നത് 2, 3 ആണ്. 2, 3 ആണ് റൂട്ട്സ്.
ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറയുമ്പോൾ 2 + 3 equal to 5. That will be equal to minus b by a. Minus b by a means minus of minus 2m by 3 equal to 2m by 3 equal to 5. So m will be equal to 15 by 2 equal to 7.5. m കണ്ടുപിടിച്ചു നമ്മൾ. അവിടെ ചെയ്ത പോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ആഡ് ചെയ്ത് സബ്ട്രാക്ട് ചെയ്ത് അതിൻ്റെ ഒന്നും ആവശ്യം വന്നില്ല. ഇനി നമുക്ക് n കൂടെ അതിൽ കണ്ടുപിടിക്കാൻ പറ്റുമോ എന്ന് നോക്കാം. ആൽഫ ബീറ്റ ഈക്വൽ ടു ആൽഫ ഇൻറ്റു ബീറ്റ ഈക്വൽ ടു ആൽഫ ഇൻറ്റു ബീറ്റ മീൻസ് 2 into 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 6 ആൻഡ് ഇറ്റ് ഈസ് ഈക്വൽ ടു സി ബൈ എ. സി എന്താ 2n by 3. 2n by 3 equal to 6. 2n equal to 18. n equal to 9. ഇത് തന്നെയല്ലേ നമുക്ക് അവിടെയും കിട്ടിയിട്ടുണ്ടായിരുന്നത്. സോ നമുക്ക് വളരെ എളുപ്പത്തിൽ അത് കണ്ടുപിടിക്കാനായിട്ട് പറ്റി. എന്താ m equal to 7.5 എന്നും n equal to 9 എന്നും വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ റിലേഷൻ യൂസ് ചെയ്ത് കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചു. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആ കൺസെപ്റ്റ് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ രണ്ട് രീതിക്കും നമ്മൾ ചെയ്ത് നോക്കിയതാണ്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ചെയ്തു തന്ന രീതിക്കും ഈ റിലേഷൻ വെച്ചിട്ടും ഏതാണോ എളുപ്പം ഏതാണോ കൺവീനിയൻറ്റ് നിങ്ങൾക്കത് യൂസ് ചെയ്യാം. പിന്നെ നെക്സ്റ്റ് പ്രോബ്ലത്തിലോട്ട് പോവാം. നെക്സ്റ്റ് പ്രോബ്ലം എന്ന് പറയുന്നത് ഒരു റൂട്ട് തന്നിട്ടുണ്ട്, അടുത്ത റൂട്ട് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. One root is given, next root we have to find it out. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ നമുക്ക് എടുത്ത് എഴുതാം. 2x² plus ax minus 6 equal to 0. One root is x equal to 2. ഇതും ഞാൻ ഇവിടെ രണ്ട് രീതിയിലും ചെയ്തു തരുകയാണ് നിങ്ങൾക്ക്. ആദ്യം നമുക്ക് x സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നോക്കാം. അപ്പോൾ 2 into 2² plus ax, a into 2 minus 6 equal to 0. So we are finding 8 plus 2a minus 6 equal to 0 or a equal to -1. a equal to -1 എന്നുള്ളത് കണ്ടുപിടിച്ചു കഴിഞ്ഞു. ആ എയുടെ വാല്യൂ ഉപയോഗിച്ച് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? അടുത്ത റൂട്ട് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ എഴുതാം. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്താണ് വരുന്നത്? 2x² മൈനസ് എക്സ് മൈനസ് 6 ഈക്വൽ ടു 0. ഫാക്ടറൈസേഷൻ വെച്ച് നമുക്ക് ഇതിൻ്റെ അടുത്ത റൂട്ട് കംപ്ലീറ്റ് റൂട്ടും കണ്ടുപിടിക്കാം. ഫാക്ടറൈസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് വരുന്നത്? 2x² minus x minus 6 equal to 0. We can factorize it. Splitting the middle term, we have 2x² minus 4x plus 3x minus 6 equal to 0. എങ്ങനെ ചെയ്തതെന്ന് മനസ്സിലായല്ലോ. -1 എന്നുള്ളതിനെ സ്പ്ലിറ്റ് ചെയ്തു സച്ച് ദാറ്റ് അതിൻ്റെ സമ്മ് -1 ആണ് വരിക, പ്രോഡക്റ്റ് -12 ആണ് വരിക. 2 into 6 -6 12 വരുന്ന രീതിക്ക് -4 into +3 എന്ന് വരും. അങ്ങനെയാണ് ഫാക്ടറൈസ് ചെയ്തത്. അപ്പോൾ നമുക്ക് വാല്യൂ കിട്ടുന്നത് ഫാക്ടറൈസ് ചെയ്തെടുക്കുമ്പോൾ 2x into x minus 2 plus 3 into x minus 2 equal to 0 or x minus 2 into 2x plus 3 equal to 0, x equal to 2 or x equal to -3/2. അപ്പോൾ അടുത്ത റൂട്ട് നമ്മൾ കണ്ടുപിടിച്ചു. നമുക്ക് ക്വസ്റ്റ്യൻ ഇതായിരുന്നു, എ കണ്ടുപിടിക്കണമായിരുന്നു, എ കണ്ടുപിടിച്ചു. അടുത്ത റൂട്ട് കണ്ടുപിടിക്കണം. എക്സ് ഈക്വൽ ടു 2 തന്നതാണ്, എക്സ് ഈക്വൽ ടു -3/2 എന്നുള്ള അടുത്ത റൂട്ടും കണ്ടുപിടിച്ചു. ഓക്കെ, ഇനി ഇതേ ക്വസ്റ്റ്യൻ നമ്മൾ എന്ത് ചെയ്ത് കൂടെ കണ്ടുപിടിക്കാൻ പോവുകയാണ്? നമ്മുടെ റിലേഷൻ അപ്ലൈ ചെയ്ത് കൂടെ കണ്ടുപിടിക്കാൻ പോവുകയാണ്. ചെയ്താലോ? ക്വസ്റ്റ്യൻ നമുക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ തന്നിരിക്കുന്നത് ഇതാണ്. 2x² plus ax minus 6 equal to 0.
x equal to 2 is a root. Let it be alpha. Alpha is given. We have to find beta. Beta അറിയില്ല. ആൽഫ തന്നിട്ടുണ്ട്, ബീറ്റ അറിയില്ല. നമുക്കറിയാം, നമുക്ക് എന്തറിയാം? ആൽഫ പ്ലസ് ബീറ്റ ഈക്വൽ ടു മൈനസ് ബി ബൈ എ ആണ്. ആൽഫ ഇൻറ്റു ബീറ്റ ഈക്വൽ ടു സി ബൈ എ ആണ്, അല്ലേ? നമുക്കതിന് മുമ്പ് എ കണ്ടുപിടിക്കാം. എ കണ്ടുപിടിക്കാനായിട്ട് ഇതിൽ എക്സ് ഈക്വൽ ടു 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അത് നമ്മളവിടെ കണ്ടുപിടിച്ചതായിരുന്നു. എ ഈക്വൽ ടു എത്രയാണ് വരുന്നത്? -1 ആണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന കംപ്ലീറ്റ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത് 2x² - x - 6 ഈക്വൽ ടു 0 ആണ്. സോ ഹിയർ ആൽഫ പ്ലസ് ബീറ്റ ഈക്വൽ ടു എന്താ വരുന്നത്? ആൽഫ പ്ലസ് ബീറ്റ ഈക്വൽ ടു മൈനസ് ബി ബൈ എ ഈക്വൽ ടു -(-1/2) ഈക്വൽ ടു 1/2. ആൽഫ പ്ലസ് ബീറ്റ ഈക്വൽ ടു 1/2, ഓർ ആൽഫ ഈസ് 2 പ്ലസ് ബീറ്റ ഈക്വൽ ടു 1/2, ബീറ്റ ഈക്വൽ ടു 1/2 മൈനസ് 2. എത്രയാ വരിക? 1/2 മൈനസ് 2 -3/2. നമ്മൾ ബീറ്റ കണ്ടുപിടിച്ചു. ഇതല്ലേ എളുപ്പം? അവിടെ ഫാക്ടറൈസ് ചെയ്തൊക്കെ കണ്ടുപിടിക്കുന്നതിന് പകരം ഡയറക്റ്റ് നമുക്ക് ഈ റിലേഷൻ യൂസ് ചെയ്തിട്ട് തന്നെ കണ്ടുപിടിക്കാം. 2 സ്റ്റെപ്പിൽ തന്നെ ജസ്റ്റ് ആഡ് ചെയ്തിട്ട് തന്നെ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അതാണ് ആ റിലേഷൻ കൊണ്ടുള്ള ഗുണം. ക്ലിയർ? പിന്നെ ഈ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് കടക്കാം. ഇതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദി വാല്യൂ ഓഫ് കെ ഫോർ വിച്ച് എക്സ് ഈക്വൽ ടു 3 ഈസ് എ സൊല്യൂഷൻ ഓഫ് ദ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കെ പ്ലസ് 2 ഇൻറ്റു x² മൈനസ് കെ എക്സ് പ്ലസ് 6 ഈക്വൽ ടു 0. ഹെൻസ് ഫൈൻഡ് ദ അതർ റൂട്ട് ഓഫ് ദി ഇക്വേഷൻ. നമുക്ക് അടുത്ത റൂട്ട് കൂടെ കണ്ടുപിടിക്കണം. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഒന്ന് എടുത്തെഴുതാം. കെ പ്ലസ് 2 ഇൻറ്റു x² മൈനസ് കെ എക്സ് പ്ലസ് 6 ഈക്വൽ ടു 0. x equal to 3 is a root. Okay. First we can find k. നമുക്ക് ആദ്യം k കണ്ടുപിടിക്കാം. എങ്ങനെയാണ് k കണ്ടുപിടിക്കുക? ഒന്നും ചെയ്യാനില്ല. ഇവിടുത്തെ x equal to 3 ഒരു റൂട്ടാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എക്സിൻ്റെ അവിടെ എല്ലാം നമുക്ക് 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ k പ്ലസ് 2 ഇൻറ്റു 3² x² 3² മൈനസ് k ഇൻറ്റു 3 പ്ലസ് 6 ഈക്വൽ ടു 0. k plus 2 into 9 minus 3k plus 6 equal to 0. 9k plus 2k minus 3k plus 6 equal to 0. 9k plus 2k, 2 into 9, 18. Not 2k, 9k plus 18. minus 3k plus 6 equal to 0, or 6k equal to minus 24, or k equal to minus 4. So we find k. k നമ്മൾ കണ്ടുപിടിച്ചു. ഇനി ടെക്സ്റ്റിൽ തന്നിരിക്കുന്നത് ഇതിനെ വീണ്ടും ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആക്കി ഫാക്ടറൈസ് ചെയ്ത് അങ്ങനെയൊക്കെയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഏതാ എളുപ്പം? നമ്മുടെ റിലേഷൻ വെച്ച് ചെയ്യുന്നതല്ലേ? അപ്പോൾ നമുക്ക് ആ റിലേഷൻ വെച്ച് തന്നെ ചെയ്താലോ? ഞാനിവിടെ റിലേഷൻ വെച്ച് ചെയ്യുകയാണ്. നിങ്ങളൊന്ന് ഫാക്ടറൈസ് ചെയ്തിട്ട് കൂടെ ടെക്സ്റ്റിലുള്ളതുപോലെ തനിയെ ഒന്ന് ചെയ്ത് നോക്കാം. റിലേഷൻ വെച്ച് ചെയ്യുമ്പോൾ എങ്ങനെയാണ് വരിക? ക്വാഡ്രാറ്റിക് ഇക്വേഷൻ, നമുക്ക് കംപ്ലീറ്റ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടുകയാണ്. എങ്ങനെയാണ് കംപ്ലീറ്റ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടുന്നത്? കെയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. കെയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ -4 + 2x² -4x plus 6 equal to 0, or -2x² plus 4x plus 6 equal to 0. Dividing throughout by -2, we can write x² minus 2x minus 3 equal to 0. Given x equal to 3 is a root, let it be x equal to 3 be alpha. So we know that നമുക്കറിയാം alpha plus beta equal to minus b by a ആണ്. alpha beta equal to
സി ബൈ എ ആണ്. നേരത്തെ പ്രോബ്ലത്തിൽ നമ്മൾ ആൽഫ പ്ലസ് ബീറ്റ വെച്ചിട്ടല്ലേ കണ്ടുപിടിച്ചത്. ഇവിടെ നമുക്ക് ആൽഫ ബീറ്റ റിലേഷൻ നോക്കാം. ആൽഫ ഇൻറ്റു ബീറ്റ ഈസ് ഈക്വൽ ടു സി ബൈ എ. ആൽഫ ഇൻറ്റു ബീറ്റ, ആൽഫ 3 ഇൻറ്റു ബീറ്റ ഈസ് ഈക്വൽ ടു സി ബൈ എ. സി ഈസ് -3 by a is 1 equal to -3. 3 beta equal to -3. So beta, which is the other root, is -1. നമുക്ക് കിട്ടി, വളരെ എളുപ്പത്തിൽ കിട്ടി. വേറെ ഏതാണെങ്കിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടൊക്കെ വേണം ചെയ്യാൻ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ 2 റൂട്ട്സ് കിട്ടിയിരിക്കുകയാണ്. ഒരെണ്ണം എന്ന് പറയുന്നത് x ഈക്വൽ ടു 3, അടുത്ത റൂട്ട് എന്ന് പറയുന്നത് ബീറ്റ ഓർ x ഈക്വൽ ടു -1. 2 റൂട്ട്സും കിട്ടിയിരിക്കുകയാണ്. എങ്ങനെയുണ്ട്? ഇപ്പോൾ നമ്മൾ പുതിയ റിലേഷൻ വെച്ച് ചെയ്യുകയാണ്, കുറച്ചുകൂടി എളുപ്പം എന്നുള്ളത് മനസ്സിലാക്കി. 3 പ്രോബ്ലംസും എളുപ്പമായിരിക്കും, ക്ലിയർ ആയിട്ടുണ്ടാവും കൺസെപ്റ്റ് എന്നുള്ളത് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇതേപോലത്തെ തനിയുള്ളതൊന്നുകൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, ബൈ, താങ്ക് യു.